ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. ഞാൻ ഈ കൊല്ലത്തെ SLCയുടെ അവസ്ഥയായിരുന്നു ആദ്യം തന്നെ ആലോചിച്ച കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം SLCയിൽ സോഷ്യൽ സയൻസിൻ്റെ എക്സാമിനേഷന് മക്കൾക്ക് പഠിക്കാൻ വേണ്ടി ശരിക്കും 4 ദിവസം കിട്ടിയിരുന്നു. അപ്പോൾ 4 ദിവസം അതുപോലെ തന്നെ 17 ചാപ്റ്റേഴ്സുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ 17 ചാപ്റ്റേഴ്സുകളായപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, മക്കൾക്ക് ഒന്നും കൂടെ സിമ്പിൾ ആയിരിക്കും അല്ലേ, നമുക്കൊന്നും കൂടെ സിമ്പിളായിട്ട് ഒരുപാട് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അവർക്ക് അടിപൊളിയായിട്ട് പഠിപ്പിക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് മക്കളെല്ലാം എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുമെന്നായിരുന്നു ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ എക്സാം കഴിഞ്ഞ ശേഷം മക്കൾക്ക് ആക്ച്വലി ഞാനൊരു പോളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്. അതിൽ ഏകദേശം 40% ഓഫ് സ്റ്റുഡൻസും അതിന് റിപ്ലൈ ഇട്ടത് സർ സോഷ്യൽ സയൻസ് ടഫായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി സാധാരണ വരുന്നൊരു റിപ്ലൈ എന്ന് പറയുന്നത് നമ്മളെ ടഫ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈസി എന്ന് പറയുന്ന ഏരിയയിലും ആളുകൾ കുറവായിരിക്കും ഉണ്ടാവാറുള്ളത്. സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സർ കുഴപ്പമില്ലായിരുന്നു എന്നുള്ള, കാരണം നമ്മൾ തീരുമാനത്തിലേക്ക് പ്യുവറായിട്ട് എത്തുന്നില്ല എന്നുള്ള. പക്ഷെ അവിടെ ഒരു മാറ്റം കണ്ട സാധനം 40% സ്റ്റുഡൻസ് ടഫായ അതേ സമയം തന്നെ 40% സ്റ്റുഡൻസ് ഈസി എന്നും അവിടെ കമൻറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോഴാണ് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്നും കൂടെ വായിച്ചു നോക്കി അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. മക്കളെ തുറന്നിട്ട് പറയാം, ഈ കൊല്ലത്തെ SLCയുടെ എക്സാമിനേഷനിൽ സോഷ്യൽ സയൻസ് നല്ല ടഫായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ ലെവലിലും അതുപോലെ തന്നെ എന്താണ് നമ്മളെ SRG ലെവലിലൊക്കെ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ് അറിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് വാല്യുവേഷനിൽ ഒരു ലിബറൽ ആക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് പിന്നീട് ന്യൂസുകളായിട്ട് നമ്മൾ കേൾക്കുകയുണ്ടായത്. പക്ഷെ ഞാനപ്പോൾ ഈ ഈസി എന്ന് പറഞ്ഞ മക്കളുണ്ടല്ലോ, അവർ ഒരുപാട് പേര് എനിക്ക് മെസ്സേജൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ടഫാണല്ലോടാ, എന്നിട്ട് ഈസി എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്തോന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ കാര്യം ഇതായിരുന്നു, സാർ ഞങ്ങൾ സോഷ്യൽ ആദ്യമേ പഠിക്കാൻ തുടങ്ങിയിരുന്നു സർ. അവരാദ്യമേ പഠിക്കാൻ തുടങ്ങിയ മക്കൾക്ക്, നല്ല വൃത്തിയിൽ ആദ്യമേ ഓരോ ഏരിയാസിനെയും പഠിച്ച മക്കൾക്ക് സോഷ്യൽ ഈസി ആയിരുന്നു. എന്നാൽ ഏറ്റവും അവസാനത്തെ സമയത്തേക്ക് മാത്രം വർക്കൗട്ട് ചെയ്ത മക്കൾക്ക് സോഷ്യൽ ഭയങ്കര ടഫാവുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾ മനസ്സിലാക്കാനുള്ളത്, നിങ്ങളിപ്പോൾ 9ാം ക്ലാസ്സിലാണ്, അടുത്ത കൊല്ലം 10ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും എല്ലാവരോടും പറയുന്നതാണ്, മക്കളെ നിങ്ങൾ ചോദ്യങ്ങളല്ലടാ പഠിക്കേണ്ടത്. ചോദ്യങ്ങൾ പഠിക്കാനും ഉത്തരങ്ങൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ്റെ തലേ ദിവസത്തെ മാരത്തോണുകൾ നമുക്ക് മാത്രം മതിയാവും. നിങ്ങൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമല്ല പഠിക്കേണ്ടത്, അതിനെ നിങ്ങൾ റിവിഷൻ ആക്കി എടുത്തുകൊണ്ട് ആദ്യം മുതൽ തന്നെ കോണ്ടന്റിനെ നിങ്ങൾ പഠിക്കണം, ആദ്യം മുതൽ തന്നെ സബ്ജക്റ്റിനെ നിങ്ങൾ പഠിക്കണം, ആദ്യം മുതൽ തന്നെ ഓരോ ടോപ്പിക്കിനെയും വൃത്തിയായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് എത്ര ടഫായിട്ടുള്ള എക്സാമിനേഷൻ ആയിക്കോട്ടെ, എത്ര കട്ടികട്ടിയുള്ള ചോദ്യങ്ങളായിക്കോട്ടെ, എത്ര ഇൻഡയറക്റ്റായ ചോദ്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് നേരിടാൻ പറ്റും. അടുത്ത കൊല്ലം 10ാം ക്ലാസ്സിലേക്കല്ലേ, അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നു എന്നല്ല, ചിന്തിക്കാൻ അനിവാര്യമായ സമയമായിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സോ അതുകൊണ്ട് മക്കളോട് പറയാനുള്ളത്, മക്കളെ നമ്മൾ ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം. നമ്മുടെ അസ്ത്രയുടെ ബാച്ച് ഉണ്ടല്ലോ, അസ്ത്രയുടെ ബാച്ചിലെ ക്ലാസ്സുകൾ ഈ ഏപ്രിൽ മാസത്തിലെ ആദ്യ വീക്കിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത് കഴിഞ്ഞ് ഏപ്രിൽ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ഇയർ ഫുള്ളായിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ഒരു ദിവസം 5, 6, 8, 10 മണിക്കൂർ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു 2, 3, 4 മണിക്കൂർ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് പഠിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ SLC എക്സാമിനേഷന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് വളരെ കൂളായിട്ട് വളരെ അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ SLC ബുക്കിൽ A+ കൊണ്ട് നിറയാൻ നിങ്ങളെ കൊണ്ട് സാധിപ്പിക്കാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് മക്കൾ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ച്വലി 3 ബാച്ചുകളായിട്ടുള്ളത്. നമ്മുടെ ബേസിക് ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫിനിറ്റി ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന 3 പ്ലാനുകളുണ്ട്. അതിൽ മക്കൾക്ക് ഏതാണോ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നത് അതിനെ നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ മക്കൾ അങ്ങനെയൊക്കെ ഒരു കാര്യം പറയുമ്പോൾ മക്കൾ ചോദിക്കുന്നത്, സാറിന് ഏതാ നല്ലത് തോന്നുന്നത്, ഞങ്ങൾ ഏതെടുക്കുന്ന നല്ലത് തോന്നുന്നത് എന്നുള്ളത്. ഞാൻ പറയും ഇൻഫിനിറ്റി എടുക്കുന്നത് എനിക്കൊന്നും കൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻഫിനിറ്റി പ്രോ എടുക്കേണ്ടെന്നുള്ളതല്ല, നീറ്റിലേക്കും ജെയിലേക്കും പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചൂസ് ചെയ്യേണ്ടത് ഇൻഫിനിറ്റി പ്രോ തന്നെയാണ്. അതേസമയം നീറ്റും ജെയും അങ്ങനെയുള്ള ഡ്രീമുകളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നേരെ ഇപ്പോൾ ചൂസ് ചെയ്യേണ്ട കാര്യം എന്താണോ, ഇൻഫിനിറ്റി നിർബന്ധമായിട്ട് ചൂസ് ചെയ്തേക്കാം. അവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പേൾ വീഡിയോസ് റെക്കോർഡിങ്സും അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം, മൈൻഡ് മാപ്പ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും ബേസ് പ്ലാൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. സോ കൃത്യമായിട്ട് മക്കൾ പഠിക്കുക, ആദ്യം മുതൽ തന്നെ പഠിക്കാം. നമുക്ക് 1ാമത്തെ ചാപ്റ്റർ മുതൽ അടിപൊളിയായിട്ട് സമാധാനത്തോടു കൂടെ പഠിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ചിട്ടിരിക്കാം.